കേരള മെഡിക്കലിലും എയിംസിലെ എൻട്രൻസ് എക്സാമിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മലയാളി ജെയ്ബൻ ജോർജ് തൻ്റെ ആതുര ശുശ്രൂഷ മേഖലയിലൂടെ എയിംസ് ഡൽഹിയിലെ 10,000-കണക്കിലധികം വരുന്ന രോഗികൾക്ക് താങ്ങും തണലുമായ ജെയ്ബൻ ജോർജിന് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. തൻ്റെ വിജയത്തിൽ വലിയൊരു പങ്ക് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിനുണ്ട് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. പരീക്ഷകളൊക്കെ അടുത്തു വരുന്ന ഈ നാളുകളിൽ ഡോക്ടർ ജെയ്ബൻ ജോർജിൻ്റെ വാക്കുകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും. നിങ്ങളെപ്പോലെയൊക്കെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നു. എന്താണ് ബ്രില്യൻ്റാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്താൻ സഹായിച്ചത് തന്നെ. അന്നൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അന്ന് എയിംസ് എന്ന് പറഞ്ഞാൽ അന്ന് പല പല എക്സാമുകളും ഉണ്ടായിരുന്നു. എയിംസ്, ജിമ്മർ, നീറ്റ്, അതുപോലെ അന്ന് APMT ആയിരുന്നു. അതുപോലെ കേരള എൻട്രൻസ് എക്സ്. അന്ന് നമ്മളൊന്നും ഒരിക്കലും വന്ന് എയിംസ് എന്ന് പറയുന്നത് സ്വപ്നം കാണുന്ന അന്ന് ഒരു കാര്യമല്ലായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ. ഞാനൊക്കെ 10 കഴിഞ്ഞ് 11ലേക്ക് കയറുമ്പം എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ അന്നൊരു മെഡിക്കൽ കോളേജിൽ കയറും, അല്ലെങ്കിൽ MBBS സീറ്റ് കിട്ടും, അന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഒരിക്കലും നമ്മൾ എയിംസ് എന്നുള്ളൊരു സ്വപ്നം കണ്ടിട്ടില്ല. കാരണം ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല, നമുക്കറിയാവുന്ന ആരും അങ്ങനെ എയിംസിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ലക്ഷ്യത്തിൽ വെച്ചല്ലായിരുന്നു പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ എയിംസിലേക്ക് നമ്മൾ MBBS പഠിക്കുന്ന എൻട്രൻസിന് വേണ്ടി പഠിക്കുമ്പോൾ ആ ഒരു ലക്ഷ്യമൊന്നുമില്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ എങ്ങനെയും സീറ്റ് കിട്ടുക, ഒരു ഗവൺമെൻറ് സീറ്റ്. അന്നപ്പോൾ ഞാൻ കോട്ടയം ചങ്ങനാശ്ശേരി ആയതുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജായിരുന്നു എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്തുള്ളൊരു കോളേജ്. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യത്തിൽ നിന്ന് സാധാരണ പഠിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പതുക്കെ നമ്മൾ 12ാം ക്ലാസ്സൊക്കെ അവസാനം എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഈ എയിംസൊക്കെ ഉണ്ടെന്ന് തന്നെ കേൾക്കുന്നതും അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, അങ്ങനെ ഒരു എക്സാം മാത്രം എഴുതിയാൽ മതി എന്നൊക്കെ അറിയുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ എഴുതി ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് നമ്മൾക്ക് ശരിക്കും പറയുമ്പം ആ ഒരു ഇവിടെ എത്താൻ പറ്റും എന്ന് നമുക്ക് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അതുകൂടെ പഠിക്കാൻ പറ്റുമായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ. അന്നൊക്കെ ശരിക്കും അതിനെനിക്ക് തോന്നുന്നു എന്നെ ബ്രില്യൻ്റ് സഹായിച്ച പോലെ എനിക്കറിയാം. ഇന്ന് അത് ഞാൻ വന്നതിന് ശേഷം ഒരുപാട് പേര് കേരളത്തിൽ നിന്നായാലും വന്നിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ എനിക്കൊന്ന് ബ്രില്യൻ്റിൻ്റെ സക്സസ് ആണ്. കാരണം കേരളത്തിന് ഇത്രയും പേര് വരുന്നതിൻ്റെ ഒരു മെയിൻ കാരണം കേരളത്തിൽ അതുപോലെ നല്ലൊരു കോച്ചിങ് ബ്രില്യൻറ്റിന് കൊടുക്കാൻ സാധിച്ചത് കൊണ്ടാണ്. അതിനും കാരണം എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇപ്പോൾ സീനിയേഴ്സ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ. ഇപ്പം 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ഞാനെപ്പോഴും നോക്കുന്നത് എൻ്റെ ഒരു ഇമ്മീഡിയറ്റ് സീനിയറിനെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ആളിപ്പോൾ അവിടെ ഒരു എത്തിപ്പറ്റിയെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് എത്തിപ്പറ്റാൻ സാധിക്കും. അതെനിക്ക് തന്നെ ആ ഒരു വിഷൻ ശരിക്കും പറഞ്ഞാൽ പിള്ളേരിലേക്ക് എത്തിക്കാൻ ബ്രില്യൻറ്റിന് വളരെയേറെ സാധിച്ചു. അപ്പം ഞാനിപ്പം എന്താണ് ഇപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാവരും എനിക്കറിയാം, നിങ്ങളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമുക്ക് എയിംസ് അല്ലെങ്കിൽ ഏതൊരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഗുണങ്ങൾ ഒബ്വിയസ്ലി നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അവിടെ എത്തിപ്പറ്റുക എന്ന് പറയുന്നതും അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഇന്ത്യയിലുള്ള എല്ലാവരും പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെയിം ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു നാഷണൽ ലെവലിൽ നമ്മളെ ഒരു എക്സാമിന് തയ്യാറാക്കാൻ ശരിക്കും ബ്രില്യൻ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വളരെ രീതിയിൽ. അതിന് മെയിൻ റീസൺ എനിക്ക് തോന്നുന്നപ്പം ഇത്രയും പേര് ബ്രില്യൻ്റിൽ നിന്ന് എയിംസ് വന്നതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആ ബ്രില്യൻ്റിൽ ഉള്ള കുട്ടികളുടെ ക്വാളിറ്റി തന്നെ ഭയങ്കരമാണ്. അപ്പം അന്ന് ഞാൻ പറഞ്ഞു ഇപ്പം എയിംസ് അല്ലെ കേരള ഫസ്റ്റൊക്കെ ആയിരുന്നു പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ബ്രില്യൻറ്റിൽ ഈ ടെസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഫസ്റ്റ് അല്ലായിരുന്നു. അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ. കാരണം നമ്മൾ ഫസ്റ്റ് അല്ല, നമ്മൾ ടെസ്റ്റ് പുറകോട്ട് പോകുമ്പോഴാകുമ്പോൾ നമുക്കറിയുന്നത് ഓക്കെ ഇനിയും പഠിക്കാനുണ്ട്, എനിക്ക് കാര്യം മനസ്സിലാകുന്നത് തന്നെ. അപ്പം അല്ലെങ്കിൽ നമ്മളൊരു ഒരു കുളത്തിൽ കിടക്കുന്ന തവള പോലെയാണെങ്കിൽ നമുക്ക് അറിയത്തില്ല ഇനി എത്രമാത്രം നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ. ബ്രില്യൻറ്റ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാൻ പറ്റും നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത്, നമുക്ക് എത്ര പഠിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്നെ ഹെൽപ്പ് ചെയ്തൊരു കാലഘട്ടം തന്നെയായിരുന്നു. ഞാൻ തീരെ പ്രതീക്ഷിക്കാതെയാണ് എയിംസ് എത്തിയത് തന്നെ. കാരണം ഞാൻ അന്ന് പഠിച്ചത് കേരള എൻട്രൻസിനായിരുന്നു. പക്ഷേ അന്നത്തെ രീതിയിൽ നിന്ന് വളരെ മാറി ഇന്ന് കാര്യങ്ങളിപ്പം ഭയങ്കരമായിട്ടും എക്സാം ഒന്നേ ഉള്ളൂ, എക്സാം രീതികളും മാറി. പക്ഷേ എനിക്ക് തോന്നുന്നത് എത്രയൊക്കെ മാറ്റം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളാ പഠിക്കുന്ന രീതികളും നമ്മുടെ ലക്ഷ്യങ്ങളും ആയിരിക്കും എപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ സഹായിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും പലരും പല സ്റ്റേജിലുള്ളവരാണ്. ഇപ്പം MBBS ഫസ്റ്റ് ഇയേഴ്സ് മുതൽ റെസിഡൻസി ചെയ്യുന്നവർ വരെ ഉണ്ട്. എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരിക്കലും നമ്മളൊരു എപ്പോഴും MBBS സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് വളരെ ഒരിക്കലും തീരുന്നൊന്നല്ല. എങ്കിൽ പോലും നമുക്കൊരു 0 to 1 സ്റ്റെപ്പ് എന്ന് പറയുന്നതായിരിക്കും എപ്പോഴും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും എപ്പോഴും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ്. അപ്പം ആ ഒരു എൻട്രൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അറിയാൻ പറ്റും ഓക്കെ ഒരിക്കൽ നമ്മളത് അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മുന്നോട്ടായാലും എത്ര എക്സാം ഉണ്ടെന്ന് പറഞ്ഞാലും അത് നമുക്ക് നേരിടാൻ സാധിക്കും എന്നുള്ളത്. നമ്മളിപ്പോൾ മെഡിസിനിലായാലും നമ്മളിപ്പം പറയും യു ഓൺലി സീ ലൈക്ക് വാട്ട് യു നോ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പേഷ്യൻ്റെ ഒരു അസുഖമായാലും നമുക്ക് അറിയത്തില്ലെങ്കിൽ നമുക്കത് കണ്ടാലൊന്നും മനസ്സിലാകത്തില്ല എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ. നമുക്കിപ്പം ഇന്നൊരു ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കുമെന്ന് അറിയുന്നില്ലെങ്കിൽ നമ്മളെ ലക്ഷ്യം പോലും കാണത്തില്ല.
അപ്പോൾ ലക്ഷ്യം കാണുന്നില്ലെങ്കിൽ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് ഒരു പരിശ്രമം പോലും ഉണ്ടാകുന്നില്ല. അപ്പം എയിംസിൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ഓക്കെ നമ്മൾ എല്ലാ സംസ്ഥാനം അപ്പം ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം അവിടുത്തെ വരുന്ന സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഉള്ളൊരു ക്വാളിറ്റി ഉണ്ട് ശരിക്കും പറയുകയാണ്. ആദ്യത്തെ 50 റാങ്കുകാരാണ് ഇവിടെ വരുന്നത്. അപ്പം തീർച്ചയായിട്ടും അപ്പോൾ അവർ ഓരോ സംസ്ഥാനത്തെ ഇപ്പം നമ്മൾ ശരിക്കും പറയുമ്പോൾ ബ്രില്യൻറ്റിൽ നമുക്കറിയാം നിങ്ങളുടെ ഓരോ ജില്ലയിലെ അല്ലെങ്കിൽ ഓരോ സ്കൂളിലെയും ടോപ്പേഴ്സ് ബ്രില്യൻറ്റ് പഠിക്കുന്നതാണ് എന്ന് പറയുന്ന പോലെ ഓരോ സംസ്ഥാനത്തെയും ടോപ്പേഴ്സ് ആയിരിക്കും ചിലപ്പോൾ എയിംസിലുള്ളത്. അപ്പം നമ്മൾ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ ഒരു ക്ലാസ് റൂമിൽ നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ ആൾക്കാരെ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും നമ്മുടെ ഒരു ഓവറോൾ ഔട്ട്ലുക്ക് തന്നെ മാറിപ്പോകും. അപ്പോൾ നമ്മുടെ എങ്ങനെയാണ് നമ്മൾ മെഡിസിൻ അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അതായത് ഇപ്പം തീർച്ചയായിട്ടും ഇപ്പം ഇവിടെ വരുന്ന എയിംസ് വരുന്നവരായാലും നമ്മൾ ഒരിക്കലും ഒരു ജസ്റ്റ് പഠിച്ചു ഒരു ഡോക്ടർ ആകുക എന്നുള്ളതിലുപരി പഠിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഭാവിയിലുള്ള ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ ഭാവിയിലുള്ള പേഷ്യൻസിനെ നിങ്ങൾക്ക് തന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഞാൻ പണ്ടൊക്കെ ഞാൻ ഡോക്ടർ ആകാൻ ആദ്യം തീരുമാനിച്ച കാലഘട്ടം നമുക്കൊരു ഡോക്ടർ എന്നുള്ള രീതിയിൽ നമുക്കൊരു പേഷ്യൻറ്റിനെ ഒരു രോഗിനെ സഹായിക്കാൻ പറ്റും. ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ കാണുന്നു, ആ ഒരു സമയത്ത് ഒരു രോഗിനെ സഹായിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ജീവിതത്തിൽ നമുക്കൊരു ടൈം ലിമിറ്റ് ഉണ്ട്. ഒരു ഡോക്ടറിന് ഒരു മാക്സിമം ഇത്ര പേഷ്യൻസിനെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ റിസർച്ച് അല്ലെങ്കിൽ അക്കാഡമിക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊരു പേഷ്യൻറ്റിനെ മാത്രമല്ല സഹായിക്കുന്നത്, മറ്റുള്ള ഡോക്ടേഴ്സിനെയും ആ സമൂഹത്തെയും വരാൻ പോകുന്ന ഒരു തലമുറയാണ് സഹായിക്കുന്നത്. അപ്പം അതുകൊണ്ട് വളരെ ഏറെ നമുക്ക് ഫ്യൂച്ചറിലുള്ള പേഷ്യൻസിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണാത്തൊരു പേഷ്യൻറ്റിന് നമ്മുടെ പ്രയത്നം കൊണ്ട് വേറെ ഒരാളിൽ കൂടെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കേപ്പബിലിറ്റി ശരിക്കും പറഞ്ഞാൽ എയിംസിലുള്ള കുട്ടികൾക്കുണ്ട്. അതവർ തിരിച്ചറിഞ്ഞ് അതിനോട്ടുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകണം. അപ്പം മെഡിസിനിൽ ഇപ്പം നമുക്കറിയാം നമ്മൾ നോബൽ പ്രൈസ് എന്നുള്ള മാത്രം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം തീർച്ചയായിട്ടും നമുക്കൊരു രോഗി വരുമ്പം ആ രോഗിക്ക് പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാണ് ശരിക്കുള്ള ട്രീറ്റ്മെൻറ്റ്? ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയാം നമ്മുടെ മെഡിസിൻ്റെ അല്ലെങ്കിൽ ഒരു ഓവറോൾ ഹെൽത്ത് കെയറിൻ്റെ അല്ലെങ്കിൽ കോസ്റ്റ് ഭയങ്കര കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം ഒരു മക്ഡൊണാൾഡ്സിൽ ഒരു ബർഗർ, അത് നിങ്ങൾ കൊച്ചിയിലായാലും ഡൽഹിയിലായാലും അങ്ങ് പാരീസിൽ പോയി കഴിച്ചാലും ബർഗർ ആയിരിക്കും. അതിനൊരു ക്വാളിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഒരു കോസ്റ്റിനൊരു നമുക്കൊരു അറിയാം ഒരു സ്റ്റാൻഡേർഡ് ഓഫ് കോസ്റ്റ് ഉണ്ട്. ആ ബർഗറിനൊരു ക്വാളിറ്റി ഉണ്ട്, അതിന് കോസ്റ്റിൽ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്. പക്ഷേ മെഡിക്കൽ കെയറിൽ അങ്ങനെയൊന്നും ഇല്ലില്ല. അപ്പോൾ അതായത് ഇന്ന് ഇപ്പം ഒരു പേഷ്യൻറ്റ് സെയിം അസുഖത്തിനുള്ളൊരു പേഷ്യൻറ്റ് ഇവിടെ എയിംസിൽ പോയെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ചികിത്സിച്ചാലും അമേരിക്കയിൽ ചികിത്സിച്ചാലും ചിലപ്പം അവർക്ക് കിട്ടാൻ പോകുന്ന ഒരു കെയർ സെയിം ആയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ വരുന്നൊരു കോസ്റ്റ് ഡിഫറൻസ് കൂടുതലായിരിക്കാം. അപ്പോൾ അതിലൊരു സ്റ്റാൻഡർഡൈസേഷൻ ചിലപ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുന്നത് സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് എന്താ പറയുന്നത് ഇപ്പം ഗവൺമെൻറ് തന്നെ വളരെ പോളിസികളുണ്ട്, എന്താ ഡിജിറ്റലൈസ് ചെയ്യാൻ ഡിജിറ്റൽ ഹെൽത്തും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം ഒരു ബേസിക് സയൻസ് എന്നുള്ള രീതി മാത്രമല്ല ക്ലിനിക്കൽ സയൻസ് ആയിട്ടും വളരെയേറെ കാര്യങ്ങൾ മുന്നേറ്റങ്ങൾ മെഡിസിൻ മാത്രം ഏത് ഫീൽഡിലും ഉണ്ട്. തീർച്ചയായിട്ടും അത് സാധിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഒക്കെ എയിംസിലുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യയിൽ ചെയ്യാവുന്ന കാര്യങ്ങളായിരിക്കും പുറത്ത് ചെയ്യുന്നതിലും കൂടുതൽ. കാരണം ഒരു മെഡിക്കൽ ഫീൽഡ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ഫസ്റ്റ് ഇപ്പം മെഡിസിനിൽ എന്തെങ്കിലും റിസർച്ച് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് റിസർച്ച് അല്ലെങ്കിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് ആദ്യം വേണ്ട അതിന് റോ മെറ്റീരിയൽസ് ആണ്. എന്ന് പറഞ്ഞ പോലെയാണ് മെഡിസിനിൽ നമുക്ക് എന്ത് റിസർച്ച് ചെയ്യണമെങ്കിലും എന്ത് പഠനം നടത്തണമെങ്കിലും ആദ്യം വേണ്ടത് പേഷ്യൻസ് ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഉള്ളത് ഒരു ഇന്ത്യ തന്നെയാണ്. നിങ്ങൾ അമേരിക്കയെ നോക്കുക, അമേരിക്കനേക്കാൾ ഒരു 3 അല്ലെങ്കിൽ 4 ടൈംസ് പോപ്പുലേഷൻ ഇന്ത്യയിലുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പൊട്ടൻഷ്യൽ കാണാതെ വരികയും ഓൾറെഡി ഉള്ളൊരു സിസ്റ്റം നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഉള്ളപ്പോൾ ആ ഒരു ഈസി സിസ്റ്റത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് പലരും എനിക്ക് തോന്നുന്നത് പുറത്ത് പോകാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഒബ്വിയസ്ലി ഒരു റിസർച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്നോവേഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളാണ്. പക്ഷേ എങ്കിൽ പോലും ഓപ്പർച്യൂണിറ്റി ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഇന്ത്യയിലായിരിക്കും. അത് എനിക്ക് തോന്നുന്നു വരും തലമുറ തിരിച്ചറിയുകയും അവർ അത് തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞാൽ എനിക്ക് തോന്നുന്ന കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പോഴത്തെ ഈവൻ മെഡിസിൻ അല്ല ഏതൊരു ഇൻഡസ്ട്രിയിലായാലും ഇപ്പോൾ നോക്കാം ഒരു കാലഘട്ടത്തുണ്ടായിരുന്നു ഇവിടുന്ന് എല്ലാവരും പുറത്ത് പോവുകയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പലരും പ്രിഫർ ചെയ്യുന്നത് അവരുടെ ഇവിടെ തന്നെ നിന്ന് കാരണം കുറേ കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റും. ഗ്രാജുവേഷനിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ കൾച്ചർ തന്നെയാണ് നല്ലതെന്ന് തിരിച്ചറിയുന്ന ഒരു സമൂഹമാണ്. എല്ലാവർക്കും അവരുടെ പേഴ്സണൽ പ്രിഫറൻസും ചോയ്സും കാണും. പക്ഷെ ഒരിക്കലും നിങ്ങൾ നിൽക്കുന്ന സ്ഥലം നിങ്ങളുടെ ഒരു ഡ്രീംസിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങൾ ഇന്ത്യയിൽ എവിടെ നിന്നാലും ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്ത് എവറിത്തിങ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല ഒരു കാര്യം ചെയ്യണമെങ്കിൽ. നിങ്ങൾക്ക് എന്ത് താല്പര്യമുണ്ട് എന്ത് നിങ്ങൾക്ക് ഇന്നോവേഷൻ ആയാലും അത് ശരിക്കും പറഞ്ഞാൽ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എവിടെയായാലും ചെയ്യാൻ പറ്റും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.